നമസ്കാരം, ഞാൻ ബിജിഷോളു, പ്രൊഫഷണൽ ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജിഷോളു മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളായാലും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെ വിദഗ്ധമായിട്ട് ട്രേഡുകൾ മാനേജ് ചെയ്യാം. നിഫ്റ്റി ആയിരുന്നു ഓപ്പൺ ചെയ്തിരിക്കുന്നത് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം സെൽ ആക്റ്റീവ് ആയിരുന്നെങ്കിലും വലിയ രീതിയിൽ നിഫ്റ്റിക്കായാലും താഴത്തേക്ക് വരാനായിട്ട് സാധിച്ചിരുന്നില്ല. അവസാനത്തെ സെക്ഷനിലായാലും ഒരു ഫാള് വന്നെങ്കിലും മാർക്കറ്റ് മുകളിലേക്ക് കയറാൻ ശ്രമിച്ചെങ്കിലും അതും വലിയ രീതിയിൽ സക്സസ് ആയിരുന്നില്ല. അതിനുശേഷം 17,751 അപ്പൊ നിഫ്റ്റിയിലും ഒരു ഓപ്പണിംഗ് ആയാലും വലിയൊരു ഗ്യാപ്പ് ഓപ്പണിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റിയിലും മാനേജ് ചെയ്യാനായിട്ട് ഈസി അല്ല. കേസ് 15 മിനിറ്റിന്റെ ലോ ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് സെല്ല് ആക്റ്റീവ് ആകാനാണ് നമ്മൾ സാധാരണ പ്ലാൻ നൽകാറുള്ളത്. പ്രത്യേകിച്ച് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ രീതികളൊക്കെ മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. വലിയൊരു ഗ്യാപ്പ് അപ്പ് വന്നാൽ എങ്ങനെ മാനേജ് ചെയ്യാം, വലിയൊരു ഗ്യാപ്പ് ഡൗൺ വന്നാൽ എങ്ങനെ മാനേജ് ചെയ്യണം, ഹ്യൂജ് വോളറ്റാലിറ്റി എങ്ങനെ മാനേജ് ചെയ്യണം. ഇതല്ലാതെ ഒരു ദിവസത്തെ മാർക്കറ്റ് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ പല ദിവസത്തെ മൂവ്മെന്റുകളൊക്കെ പ്രാക്ടീസ് ചെയ്താലാണ് ഇത്തരം മൂവ്മെന്റുകളൊക്കെ നിങ്ങൾക്കായാലും ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ വരും ദിവസങ്ങളായാലും ഇപ്പൊ നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിമിൽ നിഫ്റ്റിയെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. നിഫ്റ്റിയുടെ കറണ്ട് ട്രെൻഡ് പോസിറ്റീവ് തന്നെയാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റ് ആയിട്ടാണ് നിഫ്റ്റി ആയാലും മുകളിലോട്ട് പോയി നിൽക്കുന്നത്. ഇപ്പൊ നിഫ്റ്റി ആയാലും ഇപ്പൊ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ഹൈ 19,819 അപ്പൊ നിഫ്റ്റിയിലും 800 എപ്പോഴും നിഫ്റ്റിക്കായാലും ഒരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് റേഞ്ച് ആയിട്ട് നിഫ്റ്റിയിൽ അത് വർക്കൗട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നിഫ്റ്റി ആയാലും ഇപ്പോൾ വരും ദിവസങ്ങളായാലും മാനേജ് ചെയ്യുന്ന ഒരു സമയത്ത് ശ്രദ്ധിക്കുക. പൊസിഷൻസ് ഒക്കെ എടുക്കുന്ന ഒരു സമയത്തായാലും പ്രത്യേകം ശ്രദ്ധിക്കുക. നിഫ്റ്റിയിലായാലും ഇപ്പോഴും ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടില്ല. ഇത് സ്ട്രോങ് ആയിട്ടൊരു അപ്പ് മൂവ്മെന്റ് ആണ്. ഇത് വളരെ സ്ട്രോങ് ആയിട്ടൊരു അപ്പ് മൂവ്മെന്റ് ആണ്. പക്ഷേ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടില്ല. അപ്പൊ ഇൻട്രാഡേ ട്രേഡ് മാനേജ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട് ലെവലിന്റെ ഒരു താഴെ പോയി കഴിഞ്ഞാൽ അഗ്രസീവ് ആയിട്ടുള്ള ബൈരോ ഓപ്പർച്യൂണിറ്റി അത് യൂട്ടിലൈസ് ചെയ്യരുത്. കൃത്യമായിട്ടുള്ള ഒരു ട്രെൻഡിൽ നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇൻ കേസ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ ഇപ്പൊ വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിലൊക്കെ നൽകാവുന്ന ഒരു വാർണിംഗ് ആണ്. അപ്പോൾ ഇൻ കേസ് ഒരു സപ്പോർട്ടിന്റെ ഒരു താഴെ നിലനിന്നാൽ ഒരു കാരണവശാലും ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് ബൈയുടെ ഓപ്പർച്യൂണിറ്റിക്ക് കൃത്യമായിട്ടൊരു റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലേക്ക് എൻട്രി കിട്ടിയാൽ ഏറ്റവും ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ തന്നെ മാനേജ് ചെയ്യുക. എങ്ങനെയാണ് ഒരു റെസിസ്റ്റൻസിന്റെ മുകളിൽ കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ടതെന്നുള്ള ഒരു വീഡിയോസ് ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളായാലും നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യുക, അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലിൽ നമുക്ക് നോക്കാം. നിഫ്റ്റി ഇപ്പോഴും സെൽ ആക്റ്റീവ് ആയിട്ടില്ല. നിഫ്റ്റി ആയാലും ഒരു പോസിറ്റീവ് വ്യൂ ആയാലും നിഫ്റ്റി ആയാലും സ്ട്രോങ് ഒരു പോസിറ്റീവ് തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും ഏതെങ്കിലും ഒരു ദിവസങ്ങളിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നാൽ, നമ്മൾ മുൻപത്തെ വീഡിയോസിലൊക്കെ പറയാറുള്ളതാണ്, ഏതെങ്കിലും ഒരു ദിവസങ്ങളിലൊക്കെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നാൽ വളരെ ഈസി ആയിട്ട് 1-2 ദിവസത്തെ ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ 2-3 ദിവസത്തെ ഒരു മൂവ്മെന്റ് വളരെ ഈസി ആയിട്ട് ഫാള് വന്നാൽ നിഫ്റ്റിക്കായാലും ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് എപ്പോഴും ട്രേഡ് ചെയ്യുക. അപ്പോൾ വരും ദിവസങ്ങളായാലും നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാം, ഏതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ നമുക്ക് നോക്കാം. 19,760 റെസിസ്റ്റൻസ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസിന്റെ മുകളിൽ ഓപ്പൺ ചെയ്താൽ സാധാരണ ദിവസങ്ങളിൽ ചെയ്യുന്ന പോലെ തന്നെ റെസിസ്റ്റൻസിന്റെ മുകളിൽ ഓപ്പൺ ചെയ്താൽ ചെറിയ ടൈം ഫ്രെയിമിൽ ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഹൈ 19,800 അടുത്ത് എത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു ലെവലാണ് റെസിസ്റ്റൻസ്. പക്ഷെ ഷോർട്ട് സെല്ല് വീണ്ടും ആക്റ്റീവ് ആകണമെങ്കിൽ 19,760 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ 19,760 താഴെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ചെറിയൊരു ടൈം ഫ്രെയിമിലെ ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി വന്നാൽ യൂട്ടിലൈസ് ചെയ്യുക. ബൈയുടെ ഓപ്പർച്യൂണിറ്റിക്ക് 19,760 മുകളിൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഈ ഒരു ലെവലിൽ നിന്ന് ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, 720 ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അതായത് 700 സപ്പോർട്ടാണ്, 720 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ച് ആണ് ഇവിടെ ആയിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ 700 ഹോൾഡ് ചെയ്ത് 720 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അതായത് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 700 താഴെയാണെങ്കിലും 720 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ നമുക്ക് ഉടനെ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അടുത്ത റെസിസ്റ്റൻസ് 19,760.
ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, ഇൻ കേസ് ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചിലാണ് 19,700 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ആദ്യത്തെ സപ്പോർട്ട് 19,670, അതിന്റെ അടുത്ത സപ്പോർട്ട് 19,640. ഈ ഒരു സപ്പോർട്ട് മാനേജ് ചെയ്യേണ്ടത് 19,640 ഹോൾഡ് ചെയ്തുകൊണ്ട് 19,670 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ബൈ സിഗ്നൽ എന്നുള്ള രീതിയിൽ മാനേജ് ചെയ്യുക. ഇതിന് മുകളിലേക്ക് തിരിച്ചു കയറാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ മാർക്കറ്റ് ഒരു വീക്ക്നെസ് ട്രെൻഡാണ്, പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് സ്റ്റിൽ സാധ്യത എന്ന് മനസ്സിലാക്കുക. അഗ്രസീവുള്ള ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാതിരിക്കുക. ലോവർ ലെവലായാലും സപ്പോർട്ടുകൾ മാനേജ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? 600 ഹോൾഡ് ചെയ്തുകൊണ്ട് 640 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു ബൈര സെന്റിമെന്റിൽ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് പറയുന്നിരുന്ന റെസിസ്റ്റൻസിന് മുകളിലാണ്, അല്ലെങ്കിൽ വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനില്ല. ആദ്യത്തെ ഒരു 5 മിനിറ്റിന് ശേഷം വരുന്ന ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുക. അപ്പൊ അതിനുശേഷം ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി താഴത്തേക്ക് വന്നാലും ഇൻ കേസ് 19,760 ഹോൾഡ് ചെയ്ത് തിരിച്ചു കയറുന്നുണ്ടെങ്കിൽ ബൈ സെന്റിമെന്റിലേക്ക് നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഇൻ കേസ് വലിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും പ്രത്യേകം ശ്രദ്ധിക്കുക. സപ്പോർട്ട് ഹോൾഡ് ചെയ്ത് കയറുന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ ബൈര ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. പറഞ്ഞിരിക്കുന്ന റെസിസ്റ്റൻസ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുമ്പോഴാണ് ആ ഒരു ബൈര ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ നിഫ്റ്റിയിൽ ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് കൃത്യമായിട്ട് ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് പ്രത്യേകിച്ച് ലെവലുകൾ നൽകിയിരുന്നില്ല. നമുക്ക് നൽകിയിരുന്നത് 45,300 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് മാത്രമാണ് നൽകിയിരുന്നത്. റെസിസ്റ്റൻസ് നമ്മൾ നൽകിയിരുന്നില്ല. റെസിസ്റ്റൻസ് ആദ്യത്തെ ഒരു 5 മിനിറ്റിന് ശേഷം ലോ ബ്രേക്ക് ചെയ്ത ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി സപ്പോർട്ട് 45,300. എക്സാക്റ്റ് ആയിട്ട് ഇന്ന് ബൗൺസ് ചെയ്തിരിക്കുന്ന ഏരിയ നോക്കുക. 45,300 എന്നാണ് ബാങ്ക് നിഫ്റ്റി ബൗൺസ് ചെയ്തിരുന്നത്. അതിനുശേഷം ഈ ഒരു റേഞ്ചിലായാലും ഒരു സൈഡ് വൈസ് ഒരു മൂവ്മെന്റ് ആയിരുന്നു. 45,412 ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വരുന്ന ദിവസങ്ങളായാലും ബാങ്ക് നിഫ്റ്റി എങ്ങനെ മാനേജ് ചെയ്യാം, ഏതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലിൽ നമുക്ക് നോക്കാം. ലോവർ ലെവലിൽ നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന സപ്പോർട്ട് തന്നെ 45,300 ഹോൾഡ് ചെയ്തുകൊണ്ട് 45,450 മുകളിലേക്ക്, അതായത് 150 പോയിന്റ് റേഞ്ച് 450 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റിക്കാണ് സാധ്യത. അതുപോലെ 45,300 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഓപ്പണിംഗ് തന്നെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പോകുന്ന ഒരു ഓപ്പണിംഗ് ആയാലും ചെറിയ ടൈമിലെ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ബാങ്ക് നിഫ്റ്റിക്ക് ഹയർ ലെവലിലേക്ക് സ്ട്രോങ് റെസിസ്റ്റൻസുകൾ ഉണ്ട്. ഇപ്പോൾ ഹയർ ലെവലിലേക്ക് ആയാലും 45,600 റെസിസ്റ്റൻസ് ആണ്, 45,700 റെസിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇൻ കേസ് ബൈ ഓപ്പർച്യൂണിറ്റി ആയാലും ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ആയാലും യൂട്ടിലൈസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ക്വിക്ക് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സേഫ് ആണ്. അതായത് ഇൻ കേസ് ഈ ഒരു ലെവലിൽ നിന്ന് ബൈ ഓപ്പർച്യൂണിറ്റി വന്നാലും 45,600 700 ലെവലിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നുണ്ടെങ്കിൽ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, 45,700 മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിലെ ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, റെസിസ്റ്റൻസിന്റെ താഴെയാണെങ്കിൽ ഷോർട്ട്സ് തന്നെയാണ് സാധ്യത. ചെറിയ ടൈം ഫ്രെയിലെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. 300-450 ലെവൽ ഹോൾഡ് ചെയ്യുമ്പോൾ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. ഈ ലെവൽ കുറച്ചൊരു കൺജസ്റ്റഡ് റേഞ്ച് ആണ്, അതുകൊണ്ട് തന്നെ ക്വിക്കായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് സേഫ്. പക്ഷേ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ലോവർ ലെവലായാലും അടുത്തൊരു സപ്പോർട്ട് 44,900, 45,050. ഇതാണ് ലോവർ ലെവലായാലും സപ്പോർട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ലെവൽ ഹോൾഡ് ചെയ്യുമ്പോൾ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താനായിട്ട് ശ്രദ്ധിക്കാം. നിഫ്റ്റി നമുക്ക് നോക്കാം. റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലാണ് 20,400 മുകളിൽ ഓപ്പൺ ചെയ്താൽ സ്ട്രോങ് ആണ്. പക്ഷെ നിഫ്റ്റിക്കായാലും റെസിസ്റ്റൻസ് ലെവൽ ഉണ്ട്, ഹയർ ലെവൽ റെസിസ്റ്റൻസ് ഉണ്ട്. 460 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ആണ്. 400 തിരിച്ച് താഴോട്ട് ബ്രേക്ക് ചെയ്ത വീക്ക്നെസ് ആണ്, ഷോർട്ട് സെല്ലാണ്. ഇവിടെ 400 താഴത്തേക്ക് ആയാലും ഹോൾഡിൽ നിലനിർത്തി ഇത് നല്ലൊരു ഷോർട്ട് സെല്ലിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. എക്സാക്റ്റ് ആയിട്ട് ഒരു സപ്പോർട്ട് വരാം. നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് നോക്കുക, 20,200. എക്സാക്റ്റ് ആയിട്ട് 20,200 ഒരു ബൗൺസ് നടത്തി. എപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്, എപ്പോഴും ആ ഒരു സപ്പോർട്ടിൽ വരുന്ന ഒരു സമയത്ത് അഗ്രസീവ് ആയിട്ടുള്ള ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. അതുപോലെ തന്നെ കയ്യിലുള്ള പൊസിഷൻസ് ആയാലും എക്സിറ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ ആണ് എപ്പോഴും ആ ഒരു സപ്പോർട്ട് വരുന്നത്. ആ ഒരു സപ്പോർട്ടിൽ നിന്നാണ് നല്ലൊരു ബൗൺസ് നടത്തിയിരുന്നത്. അതിനുശേഷം 20,264 നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വരും ദിവസങ്ങളായാലും നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലിൽ നമുക്ക് നോക്കാം. അപ്പോൾ നിഫ്റ്റിക്കയിൽ ഇവിടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. 20,200 നമ്മൾ സപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അപ്പൊ 20,200 ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിലും ചെറിയ ടൈം ഫ്രെയിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കുക, ലോവർ ലെവലായാലും സപ്പോർട്ട് ഉണ്ട്.
20,180 സപ്പോർട്ടാണ്. അതുപോലെ തന്നെ 20,120 സപ്പോർട്ടാണ്. അപ്പോൾ ലോവർ ലെവൽ സപ്പോർട്ട് വർക്കൗട്ട് ചെയ്യേണ്ട ഇൻ കേസ് 20,120 ഹോൾഡ് ചെയ്തുകൊണ്ട് 180 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു ബൈര ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ബൈക്കിന്റെ സാധ്യത ഉണ്ടെങ്കിൽ അടുത്ത റെസിസ്റ്റൻസിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യും. അതുപോലെ തന്നെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് സപ്പോർട്ടിലാണെങ്കിൽ ബൈര ഓപ്പർച്യൂണിറ്റിക്കാണ് കൂടുതൽ സാധ്യത. ബൈര ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. 20,200 തന്നെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്ന ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചിന്റെ ഉള്ളിലാണെങ്കിൽ ഏതെങ്കിലും ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഏതെങ്കിലും ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പൊ അതിനുശേഷം ഇൻ കേസ് ഹയർ ലെവലിലേക്കായാലും ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും ക്വിക്ക് ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് സേഫ്. കാരണം ഈ ഒരു റേഞ്ചിലായാലും റെസിസ്റ്റൻസ് ഏരിയകളുണ്ട്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് റെസിസ്റ്റൻസ് ഏരിയയുടെ മുകളിലാണെങ്കിൽ ബൈർ ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈം ഫ്രെയിമിൽ യൂട്ടിലൈസ് ചെയ്യാം. ഇന്ന് വന്നിരിക്കുന്ന ഒരു ഹൈ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നിഫ്റ്റിയിലെ ഇത്തരം ലെവലുകൾ ഫോളോ ചെയ്ത് കൃത്യമായിട്ട് ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് വരും ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരെയും വലിയ ഷെയർ ഓൺ കമ്പനികൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.